പ്രൂണിങ് കഴിഞ്ഞാൽ പിന്നുള്ളത് വളപ്രയോഗമാണ്. അപ്പോൾ കുറേശ്ശെ വളം ഇട്ട് കൊടുക്കുക. ഹായ്, ഇന്ന് ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് വേണ്ട വളപ്രയോഗമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് ജൈവ വളപ്രയോഗം. അപ്പോൾ അതിന് നമുക്ക് വളപ്പീടിയിൽ പോയാൽ അതിൻ്റെ മിക്സഡ് കിട്ടും. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ മിക്സഡ് ഇല്ല, പാക്കറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇത് പച്ചക്കറിക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ജൈവ വളമാണ് സൂപ്പർ മീൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ വേപ്പും പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി എക്സെട്ര ആയിട്ട് കുറേ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഓരോ വളത്തിൻ്റെ മണിമണിയുമായിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുണ്ട്. അതും പിന്നെ നമ്മുടെ കടല പിണ്ണാക്ക്, അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ജൈവവളമായിട്ട് വരുന്നത്. നമ്മളെ കൂറ്റൊക്കെ അടച്ചിട്ടുണ്ട്, ജലദോഷമായിട്ട് ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ്ഡ് ആക്കാൻ വേണ്ടി പോകാം. ഇന്നലെ കുറച്ച് കടല പിണ്ണാക്ക് വാങ്ങിയിട്ടുണ്ട്, അത് രണ്ടും കൂടി മിക്സാക്കി പിന്നെ നമ്മൾ ചാണകപ്പൊടിയും കൂടി മിക്സാക്കി കഴിഞ്ഞാൽ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് വേണ്ട ജൈവവളമായി. അപ്പോൾ അതിങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ എല്ലുപൊടി ഉണ്ട്, വേപ്പ് പിണ്ണാക്കുണ്ട്, പിന്നെ ഈ ഉരുണ്ട് എടുത്തുള്ളത് അതിന് നമുക്ക് പേരറിയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് എക്സെട്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇത് ജൈവവളമാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വേപ്പ് പിണ്ണാക്കല്ല, നമ്മൾ കടല പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. കടല പിണ്ണാക്ക് നമ്മൾ ഉടക്കണം, ചെറുതാണ്, ഇത് വലുതാണ്. അപ്പോൾ ഇങ്ങനെ മുറുക്കി കൊടുക്കണം. കഴിയുന്നത്ര പൊടി ആക്കി കൊടുക്കണം. കാരണം ഇത് മണ്ണിൻ്റെ അടിയിൽ പോകാനുള്ളതല്ല, ഇത് മണ്ണിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ്. അവിടെ ഇട്ട ഉടനെ തന്നെ ശരിക്കും നനച്ച് കൊടുത്തിട്ട് നായ്ക്കൾ കോഴിക്കളൊക്കെ തിന്നുന്നതൊക്കെ ശ്രദ്ധിക്കണം. പറമ്പിലൊക്കെ ആവും. ചട്ടിയിലാവുമ്പോൾ പിന്നെ അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നില്ല. കയ്യിൽ ഗ്ലൗസ് ഉണ്ടായതുകൊണ്ടാണ് ഇത് ശരിക്കും ഇങ്ങനെ പൊടിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കൈമൊക്കെ കുത്തിയിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയില്ല. നല്ല കട്ടിയുള്ള ഗ്ലൗസൊക്കെ വാങ്ങണം. അപ്പോൾ ഇത് ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി. ഇനി ഇതിലേക്ക് 2 മുറം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചാണകപ്പൊടിയിലെ വലിയ വലിയ കട്ടകളൊക്കെ ഉടച്ചിട്ട് ഇതൊന്നാകെ മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ നന്നാക്കി മിക്സാക്കണം. ഇതിപ്പോൾ നല്ലൊരു ജൈവവളമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതും വളപ്പീടിയിൽ നിന്ന് വാങ്ങിയതും എല്ലാം കൂടി കൂട്ടിച്ചേർത്തപ്പോൾ നല്ലൊരു മിക്സറാണ്. ഇതാണ് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റുകൾക്കൊക്കെ 2 കപ്പായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 3 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോൾ ഒക്കെ കൊടുത്താൽ മതി. കായ പിടിക്കുന്നതിനാണ് നല്ലത്. ഇനി താഴെയുള്ള പ്ലാന്റുകളുടെ ചോടൊക്കെ ഇങ്ങനെ മാറി പുല്ലുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ചുവട്ടിലുള്ള ഏത് പുല്ലാണെങ്കിലും നമ്മളതിനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം പുല്ല് വലിച്ചെടുക്കും. പിന്നെ ഇതുപോലെ ഇത്ര 2 കപ്പ് എടുത്തിട്ട് ചുറ്റി വന്നിട്ട് കൊടുക്കും. ഇട്ട് ഉടനെ ഒന്ന് നനയ്ക്കുന്നത് നല്ലതാണ്.
കുറച്ച് ദിവസം ഇറങ്ങാതായപ്പോൾ പറമ്പിലൊക്കെ നന്നായിട്ട് പുല്ല് മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളെ തിപ്പല്ലിയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കാനാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. പല വീഡിയോയിലായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. തിപ്പല്ലി പറിച്ച് ഉണക്കുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇത് വിൽപ്പന ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം. നമ്മളെ കോട്ടക്കൽ ഭാഗത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ, നമ്മളെ ഈ ഏരിയയിൽ. അതാണ് പ്രശ്നം. ഇതിന് വേണ്ടിയിട്ട് കുറേ ലോങ് നമ്മൾ ഓടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിപ്പല്ലി ഉണക്കിയതൊക്കെ ഇവിടെ ഇരിക്കണം, എപ്പോഴെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാൻ വെച്ചിട്ട്. ഇതെല്ലായിടത്തും സെയിലുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ഇത് നട്ടു കൊടുത്താൽ മതി, വെറുതെ ഉണ്ടാകുന്ന ഒരു പോലെയാണ്. കുരുമുളകിന് സെയിം തന്നെ. കിലോ 500 രൂപയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു കമ്പ് വെച്ചാൽ തന്നെ ഇത് കാട് കെട്ടി വളരും. പക്ഷേ ഇതിൻ്റെ വിൽപ്പനയിലാണ് നമുക്ക് പ്രശ്നം. അതിനിടയിൽ ഇത്രയും തിപ്പല്ലിയും പറിച്ചെടുത്ത് നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.